വളരെയധികം നന്ദി അഡ്രിയലോണ, വേണമെങ്കിൽ താങ്ക് യു അഡ്രിയലോണ എന്നൊക്കെ പറയാം. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു അഡ്രിയലോണ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് 500 സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ISL തുടങ്ങിയ സമയത്ത് അഡ്രിയാനോണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവൽ ഓഫ് ഫോമിലേക്ക് എത്തിയില്ലായിരുന്നു. സോ അപ്പോൾ എല്ലാവരും പറഞ്ഞു അഡ്രിയാനോണ തീർന്നു, അഡ്രിയാനോണ ഇനിയൊന്നുമില്ല, അദ്ദേഹം അവസാനിച്ചു, സോ അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് മറ്റൊരു താരത്തെ എടുക്കാൻ ഞാൻ പോലും പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി, ഞാനും പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ മാറി എന്ന് തന്നെ പറയണം. അതായത് ഏതാണ്ട് 17 മാച്ചസ് കളിച്ച അഡ്രിയാനോണ ടീമിന് വേണ്ടി നേടിയിരിക്കുന്നത് ഏതാണ്ട് 6 അസിസ്റ്റുകളാണ്. അതായത് ISL തന്നെ 2ാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടുന്നത്. 1ാം സ്ഥാനത്തേക്കുന്നത് നമ്മുടെ കോണർ ഷീൽഡാണ്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹമുണ്ട്. അതായത് ഏതാണ്ട് 43 ചാൻസസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സോ അത്രയധികം മികച്ച രീതിയിലാണ് അഡ്രിയാനോണ ഈ ഒരു സീസണിലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോളുകൾ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചാൻസസ് ക്രിയേഷൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അഡ്രിയാനോണ എപ്പോഴും ഫ്രണ്ടിൽ തന്നെയാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഡ്രിയാനോണയെക്കുറിച്ചുള്ള? അദ്ദേഹം ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിനെക്കുറിച്ചുള്ള നിങ്ങൾ വിചാരിച്ചിരുന്നോ ഈ ഒരു ലെവൽ ഓഫ് ഫോമിലേക്ക് അഡ്രിയാനോണ തിരിച്ചു വരുമെന്ന്? കാരണം പരിക്ക് പറ്റി, അതുപോലെ തന്നെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്തു എന്നാണ് അഡ്രിയാനോണ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.